കൈപ്പുള്ള വെള്ളം നീ കുടിച്ചിടിലോ, കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയിൽ ലവൻ ശത്രുകയിൽ സ്വർബോരം നീ അണയും വരയും അഴലേറും ജീവിത നീ രുകയോ ഇനി അഴലേറും മറുവിൽ നീ ദൈവം തൻ്റെ മനോഹരമായ സമയത്ത് അല്ലെങ്കിൽ തൻ്റെ സമയത്ത് നമുക്ക് നടത്തി തരാൻ പോകുന്ന ചില മനോഹരമായ സംഭവങ്ങൾ. ഒന്ന്, ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വചനം. ഗലാത്യർ 4:4. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രന് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ആമേൻ. യേശു ഉയർത്തത് തക്ക സമയത്ത് പറഞ്ഞതിൻ പ്രകാരം, യേശു മരിച്ചത് പിതാവാം ദൈവത്തിൻ്റെ മുൻ അറിവിൻ പ്രകാരം. അപ്പോസ്തലർ 2:23. ഫോർ നോളജ് ഓഫ് ഫാദർ ഗാഡ് ഇൻ ഹെവൻ. 2 തക്ക സമയത്ത്. റോമർ 5:6 പ്രകാരം ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ എങ്ങനെയോ ജനിച്ചതല്ല. ആ സമയം നിശ്ചയിച്ചിട്ട് അവൻ്റെ മുമ്പിൽ നടന്ന് ബാധ ഒരുക്കുവാൻ, ഒരു പരിശുദ്ധനായ വ്യക്തിക്ക് ജന്മം നൽകുവാൻ ഒരു കുടുംബം ദീർഘനാൾ മക്കളില്ലാതെ നിന്ദ സഹിക്കേണ്ടിയിരുന്നു. തക്ക സമയം യേശു ജനിച്ചത്, ദ ഫുൾനെസ് ഓഫ് ടൈം, തക്ക സമയത്ത്. യേശു ഈ ഭൂമിയിൽ വന്നത് 10 പേരെ മതം മാറ്റാനല്ല, 10 കഷ്ണം അപ്പവും വീഞ്ഞും കൊടുക്കാനല്ല, 10 രോഗികൾക്ക് സൗഖ്യം നൽകുവാനുമല്ല. അതെല്ലാം അവൻ ചെയ്യുന്ന സഹായം. താൻ ദൈവം എന്ന് സ്ഥാപിക്കുവാൻ വചനം ഉറപ്പിക്കുമ്പോൾ അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, കുഷ്ഠരോഗികൾക്ക് വിടുതൽ നൽകുന്നു, മരിച്ചവൻ ഉയിർക്കുന്നു. അത് മാത്രമല്ല, അതല്ല മുഖ്യ ലാക്ക്. കർത്താവ് ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിക്കുവാനുള്ള മുഖ്യ ലാക്ക്, ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും നരകത്തിൽ പോകരുത്. ആമേൻ. എല്ലാവരുടെ പാപമും അക്രമവും അന്യായവും അഹങ്കാരവും തന്റെ തോളിൽ ചുമന്ന്, ഹല്ലേലൂയ, സർവരുടെ പാവം ഒരു കുഞ്ഞാടിനെ പോലെ തന്റെ തോളിൽ ചുമന്ന് സകലരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ക്രിസ്തു ഒരു ശിശുവായി, ഒരു മനുഷ്യനായി തക്ക സമയത്ത് ഭൂമിയിൽ ജനിച്ചത്. ആമേൻ. യോഹന്നാൻ 14:9
ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ കൂടാതെ, എന്നെ കൂടാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. ഇതാണ് അവൻ്റെ ലാക്ക്. ഇതാണ് ക്രിസ്തുവിൻ്റെ മിഷൻ. ഒരുവനും ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടിയല്ലാതെ, ക്രിസ്തു എന്നുള്ള നാമത്തിൽ കൂടിയല്ലാതെ, യോഹന്നാൻ 14:6 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, without me you cannot reach God, without Christ you cannot reach heaven. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 3:15 ഒരു സ്ത്രീയുടെ വിത്തായി ഭൂമിയിൽ വന്ന് എന്തിന്? സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ. ആമേൻ. അവൻ ഉൽപ്പത്തി 28:12 അവൻ ഒരു കോപണി. A ladder everyone can climb into heaven. ഉൽപ്പത്തി 28:12 സ്വർഗത്തോളം എത്തി നിൽക്കുന്ന കോപണിയാം ക്രിസ്തു. അതായത് ഇവനിൽ കൂടി മാത്രമേ സ്വർഗത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഏത് മനുഷ്യനും കഴിയുകയുള്ളൂ. സംഖ്യ 24:17 ബിലയാം പ്രവാചകൻ ആത്മനിറവിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം വിഷനിൽ കൂടി കാണുന്നു. അവൻ ആത്മനിറവിൽ വിളിച്ചു പറയുന്നു, I see a star is coming out of Jacob. യാക്കോബിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിക്കുന്നത് ഞാൻ കാണുന്നു. 147 വയസ്സായ ഭക്തൻ യാക്കോബ് മരണസമയം തൻ്റെ 12 മക്കളെയും തൻ്റെ അടുക്കൽ വിളിച്ച് അവിടെ ശിരസിൽ തൻ്റെ കരം വെച്ച് ആശീർവദിച്ചിട്ട് അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദീർഘ നോക്കത്തോട് പ്രവചന വാക്കുകൾ അരുളി ചെയ്യുമ്പോൾ 4ാമത്തെ മകൻ യഹൂദ, you are not an ordinary man, നീ ഒരു ബാലസിംഹം. യഹൂദ വെളിപ്പാട് പുസ്തകം 5:5 കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യൂദ ഗോത്രത്തിലെ രാജസിംഹം ക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം യാക്കോബിന്റെ 4ാമത്തെ മകൻ കൂടി വെളിപ്പെടുത്തുന്നു. നീ ഒരു ബാലസിംഹം, മറ്റു ഒരുത്തനും വഴിവിടാത്ത സിംഹം. ആമേൻ. മറ്റൊരു മൃഗത്തിനും സിംഹം വഴിവിടുകയില്ല. കാട്ടിലുള്ള സർവ മൃഗങ്ങളിലും ബലമുള്ള മൃഗം ബാലസിംഹം യഹൂദ അല്ലെങ്കിൽ യൂദ. നീ ഒരു ബാലസിംഹം. The sculpture, the Bible says, Genesis 49:10, Jacob is prophesying, പ്രവചിക്കുന്നു, യഹൂദ നിന്റെ കയ്യിൽ നിന്ന് ചെങ്കോൽ ഒരു നാളും വിട്ടുപോവുകയില്ല. അതിൻ്റെ അർത്ഥം നിത്യ രാജ്യത്വം സ്ഥാപിക്കുന്ന യേശു എന്നുള്ള കുഞ്ഞാട് മഹാഭയങ്കരൻ നിന്റെ ഗോത്രത്തിൽ ജനിക്കും. അവന്റെ കയ്യിലുള്ള ചെങ്കോൽ നിത്യ ചെങ്കോൽ, എറ്റേണൽ സ്കൾപ്ചർ. നിത്യരാജ്യം സ്ഥാപിക്കുന്ന യേശു നിന്നിൽ നിന്ന് ഉരുവാകും. ആമേൻ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 34-ാം വചനത്തിൽ നെബൂഖദ്നേസർ ബാബേൽ കിങ് കണ്ട സ്വപ്നം മറന്ന് സ്വർഗത്തിലെ ദൈവം തന്റെ ഭക്തനും പ്രവാചകനും ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. A stone is coming from above, untouched by human hand. ഒരു മനുഷ്യന്റെ കൈപടാത്ത കല്ല് വാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആരവൻ? ലൂക്കോസ് 1:34-35 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഗർഭം ധരിച്ച പ്രജ. ആമേൻ. ജോസഫിന്റെ പുഷ്ടിയാലല്ല. യോഹന്നാൻ 1:13 ഒരു മനുഷ്യന്റെ ശക്തിയാലോ
പുഷ്ടിയാലോ രക്തത്തിന്റെ ബലത്താലോ ജനിച്ച യേശു അല്ല, കൈതൊടാത്ത കല്ല്. ആ കല്ല് ക്രമേണ വലുതായി 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 ദാനിയേൽ 2:34-35 അത് മഹാപർവ്വതമായി തീർന്ന്, മഹാപർവ്വതം, ഭൂമിയിൽ എങ്ങും നിലനിൽക്കുന്ന മഹാപർവ്വതമായി തീർന്ന്. അതിൻ്റെ അർത്ഥം പ്രപഞ്ചം അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. വിഗ്രഹങ്ങളും ഇരുളിൻ്റെ അടയാളങ്ങളും ഇപ്പോഴുള്ള ശക്തിയും പണമും ബലവും കൊണ്ട് നിനക്ക് ഉയർത്താം. പക്ഷെ എന്നും നിലനിൽക്കുന്ന ഒരു പർവ്വതം, പ്രപഞ്ചം നമസ്കരിക്കുന്ന ഒരു പർവ്വതം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:10 നമ്മെ പഠിപ്പിക്കുന്ന സ്വർലോകത്തിലുള്ളോർ, ഭൂലോകത്തിലുള്ളോർ, ഭൂലോകത്തിന്റെ താഴെ അധോലോകത്തുള്ളോർ സകലരും, ചുരുക്കത്തിൽ പ്രപഞ്ചത്തിലുള്ള സകലരും ഈ ക്രിസ്തുവിന്റെ മുമ്പിൽ, ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള നാമത്തിന്റെ മുമ്പിൽ മുട്ടുമടങ്ങും ഒരു നാൾ. ക്രിസ്തു തന്നെ രക്ഷിതാവ് എന്ന് അവരുടെ നാവുകൾ ഏറ്റുപറയും. അതാണ് മഹാപർവ്വതമായി തീർന്ന കൈതൊടാത്ത കല്ല്. ആമേൻ. അത് സംഭവിച്ചത്, അത് ഒരു മനുഷ്യനായി ജനിച്ചത് എങ്ങനെയോ സംഭവിച്ചതല്ല. ഗലാത്യർ 4:4 നമ്മെ പഠിപ്പിക്കുന്ന കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ മുൻ തീർമാനപ്രകാരം മർക്കോസ് സുവിശേഷം 12:5 മുതൽ ഒരു ഉപമ കർത്താവ് അരുളി ചെയ്യുന്നു. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാലമായപ്പോൾ, when the time is in the hand, കാലമായപ്പോൾ മനുഷ്യൻ ഉടമസ്ഥൻ, ഭൂമിയുടെ ഉടമസ്ഥൻ, ഒരു മനുഷ്യൻ കുടിയന്മാരോട് തോട്ടത്തിന്റെ ഫലം വാങ്ങേണ്ടതിന് ദാസന് അല്ലെങ്കിൽ ദാസന്മാരെ അയച്ചു. കാലമായപ്പോൾ തക്ക സമയത്ത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥൻ കുടിയന്മാരോട് അതിൻ്റെ അനുഭവം വാങ്ങുവാൻ ദാസനെ അയച്ചു. അവരോ ദാസനോട് കയർത്ത് ദാസനെ പിടിച്ച് തല്ലി, ദാസന്റെ തലയിൽ മുറിവേൽപ്പിച്ച് ദാസനെ അപമാനിച്ചു, ദാസനെ അടിച്ച് കല്ലെറിഞ്ഞ് കൊന്ന്. ഇതല്ലേ അന്നും ഇന്നും സുവിശേഷത്തിന് സംഭവിക്കുന്നത്. അവസാനം ദാസനെ ഒഴിവാക്കി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഭൂ ഉടയവൻ, ആ മനുഷ്യൻ, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന he sent his beloved son. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ആരും ചെത്തിട്ടില്ല, ഇവിടെ ആരും ചെത്തിട്ടില്ല. ചെത്ത ഒരുവൻ അവൻ ഉയർത്തെഴുന്നേറ്റ ആണ്ടുകളായി. സന്തോഷത്തോട് കൈകൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 12:6 ആ മനുഷ്യന് ഒരു പ്രിയ മകൻ ഉണ്ടായിരുന്നു. And finally he sent him. തൻ്റെ മകനെ അയച്ചു. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ മകനെയും അവർ കൊന്നുകളഞ്ഞ്. Who is this son? The son of powerful God, all powerful God, Jesus Christ. യേശുവിനെ അവർ കൊന്നുകളഞ്ഞ്. അത് സംഭവിച്ചത് തക്ക സമയത്ത്. കാല സമ്പൂർണത വന്നപ്പോൾ അവൻ ഒരു സ്ത്രീயின் മകനായി ജനിച്ചു. കാരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പാപത്തിന്റെ ശമ്പളം മരണം. മരണത്തെ ജയിക്കുന്നത് ജീവൻ. ജീവന്റെ ഉറവിടം രക്തം. രക്തം എവിടെ ഉണ്ട്?
ലേവ്യ പുസ്തകം 17:11 മാംസത്തിന്റെ ജീവൻ രക്തത്തിലുണ്ട്. ആരുടെ രക്തം? മൃഗത്തിന്റെ രക്തമാണോ മനുഷ്യന്റെ രക്തമാണോ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ഐസയ പ്രവചനം 1:11 Father God Jehovah delights not in the blood of an animal. അവന് മടുത്ത് 6 ലക്ഷം ഇസ്രായേൽ കുടുംബം, 1 ലക്ഷത്തിന് ഒരു കുടുംബത്തിന് അറ്റ്ലീസ്റ്റ് ഒരു ആട്ടുകുട്ടി മടുത്ത് പെസഹ പെരുന്നാളിൽ കുറഞ്ഞത് 6 ലക്ഷം ആട്ടുകുട്ടി. I delight not. God declares, I delight not in the blood of an animal. ഈ മൃഗത്തിന്റെ രക്തത്തിൽ എനിക്ക് പ്രസാദമില്ല. സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെ അത് നിർത്തി. രണ്ടാമത്, മനുഷ്യന് രക്തമുണ്ടല്ലോ, മനുഷ്യന്റെ രക്തത്തിൽ പാപമോചനമാകാമല്ലോ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. പ്രസംഗി 7:20 1 രാജാക്കന്മാർ 8:46 ഭൂമിയിൽ പാപം ചെയ്യാത്ത മനുഷ്യൻ ഒരുവനും ഇല്ലല്ലോ. ആമേൻ. അങ്ങനെയാണെങ്കിൽ മൃഗത്തിന്റെ രക്തത്താൽ പാപമോചനം കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ രക്തത്താലും പാപമോചനം കഴിയുകയില്ല. പാപമേ ഇല്ലാത്തവൻ ഒരേ ഒരുവൻ ദൈവം മാത്രം. 2000 ആണ്ടുകൾക്ക് മുമ്പ് ആത്മാവാം ദൈവം, ആത്മാവിന് രക്തം ഇല്ലായ്കയാൽ രക്തം ചൊരിഞ്ഞ് നിന്നെ എന്നെ മോചിക്കുവാൻ ആത്മാവാം ദൈവം. യോഹന്നാൻ 4:24 പ്രകാരം, 2 കൊരിന്ത്യർ 3:17 പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 തിമോഥീസ് 3:16 രക്തം ചൊരിഞ്ഞ് നിന്നെയും എന്നെയും മോചിക്കുവാൻ അഗ്നിയാം ദൈവം, ആത്മാവാം ദൈവം ഒരു സ്ത്രീയുടെ സന്താനമായി, ഒരു ശിശുവായി, ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ച് കാലസമ്പൂർണത വന്നപ്പോൾ, ആമേൻ, അത് ദൈവത്തിൻ്റെ മനോഹരമായ സമയത്തിൽ ദൈവം നമ്മുടെ നന്മയ്ക്കായി ചെയ്ത ഒരു മനോഹര സംഭവം. ആമേൻ. തൻ്റെ കരുണയത്രയോ വിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ, തൻ്റെ കരുണയത്രയോ വിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ, ലംഘനങ്ങളോ എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ, ലംഘനങ്ങളോ എന്നകൃത്യങ്ങളെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവൻ. ആമേൻ. ഒന്ന് എഴുന്നേൽക്കാമോ? ഒന്ന് എഴുന്നേൽക്കാമോ? കൈകൾ ഉയർത്തി കൈകളെ തട്ടി, കൈകൾ ഉയർത്തി കൈകളെ തട്ടി